നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി ജില്ലാ കളക്ടർ പരിശോധന നടത്തി. പെരിഞ്ഞനം RMVHS സ്കൂളിൽ നിന്നും വിരമിക്കുന്ന KB ജിജി, K സുമ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. തൃശൂർ കൊല്ലൂർ എടക്കുഞ്ഞിയിൽ നിർത്തിയിട്ട ലോറിയിൽ ബൈക്കിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി ജില്ലാ കളക്ടർ പരിശോധന നടത്തി. കയ്പമംഗലം SN-പുരം പഞ്ചായത്തുകളിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി ET ടൈസൺ മാസ്റ്റർ MLAയുടെയും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെയും നേതൃത്വത്തിൽ സ്ഥല സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. അഞ്ചമ്പരത്തി മുതൽ കോതപറമ്പ് വരെ ആഴം കൂടിയ സ്ഥലങ്ങളിൽ മണ്ണിട്ട് നികത്തി പൈപ്പ് സ്ഥാപിക്കുന്നതിനുള്ള സൗകര്യം ഒരു ദിവസത്തിനകം ചെയ്തു തീർക്കാമെന്നും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പുകൾ ഒരു ദിവസത്തിനകം മണ്ണിട്ട് മൂടാമെന്നും ദേശീയപാത പ്രതിനിധികൾക്ക് ഉറപ്പു നൽകി. പൈപ്പിടൽ തീർന്നാൽ ഉടനടി പൈപ്പ് ലൈൻ ചാർജ് ചെയ്യാമെന്നും കേരള വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു. വാസുദേവവിലാസം വളവിലുള്ള ദേശീയപാത യാർഡ് 2025 ഏപ്രിൽ 15 നീക്കം ചെയ്ത് ഡ്രെയിൻ നിർമ്മിച്ച് പൈപ്പ് സ്ഥാപിക്കാനുള്ള സൗകര്യം ചെയ്തു തരാമെന്ന് ദേശീയപാത പ്രതിനിധി അറിയിച്ചു. കയ്പമംഗലം പഞ്ചായത്തിലെ കാളമുറിയിലെ ദേശീയപാത നിർമ്മാണത്തിനിടെ ശിവാലയ അധികൃതർ 300 മീറ്റർ നീളത്തിൽ തകർത്ത പൈപ്പുകൾ 2025 ഏപ്രിൽ 5 പുതുതായി സ്ഥാപിച്ച് 200 MHDP ഈ പൈപ്പുമായി ഇന്റർ കണക്ട് ചെയ്ത് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ച് നൽകാമെന്നും ദേശീയപാത അധികൃതർ ഉറപ്പു നൽകി. ഇതിന്റെ പുരോഗതി വിലയിരുത്തിയ റിപ്പോർട്ട് നൽകുന്നതിനായി ഡെപ്യൂട്ടി കളക്ടറെ ചുമതലപ്പെടുത്തി. SN-പുരം കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റുമാരും കേരള വാട്ടർ അതോറിറ്റി അധികൃതരും സ്ഥലം സന്ദർശിച്ച് ജില്ലാ കളക്ടറോടൊപ്പം ഉണ്ടായിരുന്നു. പെരിഞ്ഞനം RMVHS സ്കൂളിൽ നിന്നും വിരമിക്കുന്ന KB ജിജി, K സുമ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. ET ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷനായി. പ്രധാനാധ്യാപിക B ബീബ, സ്കൂൾ മാനേജർ കറസ്പോണ്ടന്റ് ഫാത്തിമ മോഹൻ, PTA പ്രസിഡന്റ് MG ജയശ്രീ, വൈസ് പ്രസിഡന്റ് KK നാസർ, മുൻ പ്രധാനാധ്യാപകൻ TK ഉണ്ണികൃഷ്ണൻ, HSS വിഭാഗം പ്രിൻസിപ്പാൾ ഇൻചാർജ് AD ദീദി എന്നിവർ സംസാരിച്ചു. അകാലത്തിൽ പൊലിഞ്ഞ VHSS വിഭാഗം അധ്യാപകൻ ഷാനു, വിദ്യാർത്ഥിയായിരുന്ന അഫ്നാൻ റോഷൻ എന്നിവരുടെ അനുസ്മരണവും ചടങ്ങിൽ നടന്നു. എല്ലാ അർത്ഥത്തിലും നമ്മുടെ പൂർവികരായിട്ടുള്ള സ്മരണ പോലും കൊണ്ട് ധന്യവാനാണ്. പിന്നെ പഴയ ഹെഡ് മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ മാസ്റ്ററുടെ മാസ്റ്റർ ചെറിയാണെന്നല്ല, നല്ല ഗംഭീരമായി ഈ രംഗത്ത്, അധ്യാപക രംഗത്ത്, അതിൻ്റെ പരിശീലന രംഗത്ത്, പ്രാഥമികമായ മറ്റു കാര്യത്തിലെല്ലാം പ്രധാനപ്പെട്ട ഇപ്പോൾ ഒരുപാട് നല്ല വ്യക്തിത്വങ്ങൾ അധ്യാപകരെ സമ്മാനിച്ച സ്കൂളാണ്. ഇവിടുത്തെ അധ്യാപകരായിട്ടുള്ള 2 പേർ, എനിക്ക് പ്രത്യേകിച്ച് സുമേധയും അതുപോലെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം സഹായിച്ചാണ്. അങ്ങനെയൊന്നുമല്ല, നമ്മുടെ പുല്ലൂറ്റാണ് അത്യാവശ്യം നല്ല ബന്ധമുള്ള വീട്ടിൽ ഒരു ടീച്ചർ വരും. ഞങ്ങൾ മാനസികമായിട്ടുള്ള ടീച്ചർ വരുന്ന. അപ്പോൾ അവരെന്തൊക്കെ അതുകൊണ്ട് തന്നെ ടീച്ചർ വളരെ എനർജറ്റിക്കാണ്. പൊതുവിദ്യാഭ്യാസത്തിന് ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം പ്രത്യേകിച്ച് സുമേധ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നന്നായി സഹകരിച്ച് മുന്നോട്ട് പോയതാണ്. നല്ല നേതൃത്വപരമായി പ്രവേശിച്ചാണ്. തീർച്ചയായും സന്തോഷം. അത്തരം നമ്മുടെ സിലബസിന് അപ്പുറത്തേക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് കുട്ടികളെ കൊണ്ടുവരണം. നമ്മുടെ അധ്യാപകർക്കുള്ള പ്രശ്നങ്ങളുടെ മുന്നിലാണ് പോർഷൻ, അല്ലേ? അത് നമ്മളെ സംബന്ധിച്ച് പ്രധാനമാണ്. ആ പോർഷനും മറ്റു വിഷയമൊക്കെ പറഞ്ഞാൽ അതിന് അപ്പുറത്തേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള അധ്യാപകരാണെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെടുന്ന അധ്യാപകരായിട്ട് മാറും. മറ്റത് വേണം, വേണ്ടാന്നെല്ലാം വേണം. അതോടൊപ്പം ഒരു നല്ല സമൂഹത്തിന് അധ്യാപകരെ പറയുമ്പോഴൊരു കാര്യം അങ്ങനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൃശൂർ കൊല്ലൂർ എടക്കുഞ്ഞിയിൽ നിർത്തിയിട്ട ലോറിയിൽ ബൈക്കിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. ചിറ്റിശ്ശേരി സ്വദേശി കുണ്ടുപറമ്പിൽ വീട്ടിൽ 27 വയസ്സുള്ള ആഷിഖാണ് മരിച്ചത്.
തൃശൂരിൽ നിന്നും തലൂരിലേക്ക് വരികയായിരുന്ന ആഷിഖിന്റെ ബൈക്ക് നിയന്ത്രണം വിട്ട് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്ക് പറ്റിയ ആഷിഖിനെ കുറുക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയായ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. മാലിന്യമുക്ത പ്രഖ്യാപനം അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. 52 അയൽക്കൂട്ടങ്ങൾ, 64 സ്ഥാപനങ്ങൾ, 22 വിദ്യാലയങ്ങൾ, 2 കലാലയങ്ങൾ, 2 പൊതുസ്ഥലങ്ങൾ എന്നിവ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച 13 മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് 100% മാലിന്യമുക്ത പദവി കൈവരിച്ചത്. മികച്ച ഹരിത സ്ഥാപനം, ഹരിത കലാലയം, ഹരിത വിദ്യാലയം, മികച്ച പൊതു ഇടം, മികച്ച അയൽക്കൂട്ടം, വ്യാപാര സംഘടനകൾക്കുള്ള പ്രശസ്തി പത്രം, സ്തുത്യർഹമായ സേവനം നടത്തിയ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള പ്രശസ്തി പത്രം എന്നിവ മന്ത്രി വിതരണം ചെയ്തു. SN പുരം മാർക്കറ്റിൽ നിന്നും ആരംഭിച്ച മാലിന്യമുക്ത സന്ദേശ ജാഥയ്ക്ക് മന്ത്രി നേതൃത്വം നൽകി. പ്രസിഡന്റ് MS മോഹൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സെക്രട്ടറി രഹന P ആനന്ദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഷാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KA അയൂബ്, CC ജയ, PA നൌഷാദ്, ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ വിനീത്, അസിസ്റ്റന്റ് ജൂനിയർ സൂപ്രണ്ട് PS രതീഷ്, EMS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ്, K അബ്ദലി, PK രാജീവ്, AK ദാസൻ, വാർഡ് മെമ്പർമാരായ TS ശീതൾ, രമ്യ, ഇബ്രാഹിംകുട്ടി, സെറീന, KR രാജേഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുള്ള ബാബു, ഹെൽത്ത് ഇൻസ്പെക്ടർ സഫീക, നീതു, N ശ്യാംലി, അംഗനവാടി ആശാപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് മാലിന്യമുക്ത സന്ദേശങ്ങൾ അടങ്ങിയ വിവിധ കലാപരിപാടികളും നടന്നു. ഞങ്ങൾ അതിനിടയിൽ ഈ പരിപാടികളെ ചോദിക്കുകയുണ്ടായിരുന്നു. ചോദിച്ചതിന് കാരണമറിയാമോ? സംസ്ഥാന ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നാണ് നമ്മുടെ മാലിന്യമുക്ത നവകേരളം സംഘടിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം ഈ പരിപാടിയിൽ കൂടി പങ്കെടുക്കാൻ ഉദ്ദേശിച്ചു. തീർച്ചയായും അദ്ദേഹത്തിന്റെ ഏറ്റവും വിലപിടിച്ച സമയം നമുക്ക് മാറ്റിവയ്ക്കാൻ തയ്യാറായതിൽ ശ്രീനാരായണ പ്രചാരത്തിനുള്ള സ്നേഹവും നന്ദി ഞാൻ പ്രത്യേകമായി രേഖപ്പെടുത്തുന്നു. നമുക്കറിയാവുന്ന നിരവധിയായിട്ട് പരിപാടികൾ നടത്തുമ്പോൾ തന്നെ ഏറ്റവും അവസാനം ഈ മെയ് മാസം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കുന്നതാണ്. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം. പലപ്പോഴും നമുക്കറിയാം ഒരുപാട് ആളുകൾ ആരോഗ്യമില്ലാത്തവരുണ്ട്. അങ്ങനെ ആരോഗ്യമില്ലാത്തവർക്ക് ഞങ്ങളുണ്ട് എന്ന സംസ്ഥാനം പ്രഖ്യാപിക്കുക. ഞങ്ങളുണ്ട്, നമ്മൾ നിർവഹിച്ചാണ്. തൃത്തല്ലൂർ ഷാരോൺ ഫെലോഷിപ്പ് ദേവാലയത്തിന്റെയും തൃശൂർ വെസ്റ്റ് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. പാസ്റ്റർ ബിജു ജോസഫ് അധ്യക്ഷത വഹിച്ചു. പാസ്റ്റർമാരായ PU ജോർജ്, KE ബോവസ്, ജോൺ പുലിക്കോട്ടിൽ, PP ജേക്കബ്, പോൾ ശശിധരൻ, T സാം, PM ജോൺ എന്നിവർ സംസാരിച്ചു. തൃത്തല്ലൂർ, വാടാനപ്പള്ളി, ഇടശ്ശേരി, തളിക്കുളം എന്നിവിടങ്ങളിൽ ജാഥ പര്യടനം നടത്തി. പണ്ടത്തെ കാലം പോയി
പ്രവാസിയും മുൻ നാവികസേന ഉദ്യോഗസ്ഥനുമായ ഷാജൻ ഇരുപത്തിങ്ങലിന്റെ ഗുഹാദുരത്വം എന്ന ഗുരുത്വാകർഷണം ഓർമ്മക്കുറിപ്പുകളുടെ ആദ്യ കഥാസമാഹാരത്തിന്റെ പ്രകാശനം നടന്നു. ഗൃഹാതുരത്വം എന്ന ഗുരുത്വാകർഷണ ഓർമ്മക്കുറിപ്പുകളുടെ ആദ്യ കഥാസമാഹാരത്തിന്റെ പ്രകാശനം പ്രശസ്ത സിനിമാ സംവിധായകൻ ലാൽ ജോസ്, മലയാള മനോരമ ചീഫ് എഡിറ്റർ വിനോദ് നായർക്ക് കൈമാറി നിർവഹിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് എന്ന ഗ്രാമത്തിന്റെയും അതിന്റെ പരിസരങ്ങളെയും തന്റെ കുട്ടിക്കാലത്തും വിദ്യാഭ്യാസ കാലത്തും കണ്ട ഒരു പിടി ഓർമ്മകളുടെ സുന്ദരമായ ആവിഷ്കാരമായ 32 ഓർമ്മകഥകളുടെ സമാഹാരമാണ് പുസ്തകം. JCI മുൻ ഗ്ലോബൽ പ്രസിഡന്റ് ഷൈൻ ഭാസ്കർ, ഖത്തർ ICC പ്രസിഡന്റ് AP മണികണ്ഠൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇവിടെ നിൽക്കുന്ന കഥാപാത്രമായിട്ട് തന്നെയാണ് എൻ്റെ കുട്ടിക്കാലത്തെ വലപ്പാടും പരിസരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എൻ്റെ മിഡ് സമ്മർ വെക്കേഷൻസ് എല്ലാം ഒറ്റപ്പാലത്ത് നിന്ന് വന്ന് 2 മാസം ആർമാദിച്ച് എല്ലാ വർഷവും 2 മാസത്തെ ഏറ്റവും സന്തോഷകരമായ ദിനങ്ങൾ വലപ്പാടാണ് ഞാൻ ചെലവഴിച്ചിരുന്നത്. കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ ബാക്കി 10 മാസവും നല്ല അടിയും ചീത്തവിളിയും വഴക്കും അമ്മയുമായിട്ടുള്ള ഗുസ്തിയും കഴിഞ്ഞിട്ട് 2 മാസം പൂർണ്ണ സ്വരാജ് കിട്ടുന്നത് വലപ്പാട് വരുമ്പോഴാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി ജില്ലാ കളക്ടർ പരിശോധന നടത്തി. പെരിഞ്ഞനം RMVHS സ്കൂളിൽ നിന്നും വിരമിക്കുന്ന KB ജിജി, K സുമ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. തൃശൂർ കൊല്ലൂർ എടക്കുഞ്ഞിയിൽ നിർത്തിയിട്ട ലോറിയിൽ ബൈക്കിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.